ദിയ സുനിൽ. ഞാൻ സെൻറ്റ് സേവിയേഴ്സിലെ BPT ഡിപ്പാർട്ട്മെൻറ്റ് ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിനിയാണ്. ഞാൻ നിങ്ങൾക്കിന്ന് മുക്കുറ്റിനെ കുറിച്ചാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ആയുർവേദത്തിൽ ദശപുഷ്പങ്ങളിൽ പെടുന്ന സസ്യമാണ് മുക്കുറ്റി. ബയോഫൈറ്റം സെൻസിറ്റീവം എന്നതാണ് മുക്കുറ്റിയുടെ ശാസ്ത്രനാമം. ലിറ്റിൽ ട്രീ പ്ലാന്റ്, സെൻസിറ്റീവ് പ്ലാന്റ് എന്നീ പേരുകളിലും മുക്കുറ്റി അറിയപ്പെടുന്നു. ഓക്സാലിഡേസിയേ ഫാമിലിയിലാണ് മുക്കുറ്റി ഉൾപ്പെടുന്നത്. ഇവയുടെ ഓർഡർ ഓക്സാലിഡേൽസ് ആണ്. ഇന്തോ മലേഷ്യൻ ജൈവമണ്ഡലത്തിൽ കാണപ്പെടുന്ന ഏകവർഷിയായ ചെറു സസ്യമാണ് മുക്കുറ്റി. കേരളത്തിലെ പാതയോരങ്ങളിലും പറമ്പുകളിലും തണലുള്ള പ്രദേശങ്ങളിലും മുക്കുറ്റി കാണാവുന്നതാണ്. ഇത് തുറന്ന സ്ഥലങ്ങൾ, പുൽമേടുകൾ, വനങ്ങൾ, റോഡരികുകൾ, കൃഷിഭൂമികൾ എന്നിവിടങ്ങളിലെല്ലാം വളരും. മുക്കുറ്റി നേരെ വളരുന്ന ഏകദേശം 30 സെൻറ്റിമീറ്റർ വരെ ഉയരം വയ്ക്കാവുന്ന ഒരു ചെറിയ സസ്യമാണ്. ഇതിൻ്റെ തണ്ട് ചെറിയതും തടിയുള്ളതും ശാഖകളില്ലാത്തതുമാണ്. ഇതിൻ്റെ തണ്ട് നേരിയ രോമങ്ങൾ കൊണ്ട് മൂടിയിരിക്കും. ചെറിയ മഞ്ഞപ്പൂക്കളും ചെറുകായ്കളും വിത്തുകളും മുക്കുറ്റിയിൽ കാണാൻ സാധിക്കും. ഈ പ്രത്യേകതകൾ മുക്കുറ്റിയെ മറ്റ് സസ്യങ്ങളിൽ നിന്നും വേർതിരിക്കുന്നു. ആയുർവേദം, നാടോടി വൈദ്യം തുടങ്ങിയ പരമ്പരാഗത വൈദ്യശാസ്ത്ര സംവിധാനങ്ങളിൽ വ്യാപകമായി മുക്കുറ്റി ഉപയോഗിക്കുന്നു. മുക്കുറ്റി പ്രമേഹത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒരു ഉത്തമ ഔഷധമാണ്. മുക്കുറ്റിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് പ്രമേഹം സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കും. മുറിവുകൾ, അൾസർ എന്നിവ ഉണക്കാൻ മുക്കുറ്റിക്ക് കഴിവുണ്ട്. ഇതിന് അണുനാശന ശക്തിയും രക്തസ്രവം തടയാനുള്ള കഴിവുകളുമുണ്ട്. കഫക്കെട്ട്, ചുമ, അലർജി, ആസ്മ എന്നിവയ്ക്ക് ഇത് ഫലപ്രദമാണ്. പ്രസവശേഷം സ്ത്രീകൾക്ക് മുക്കുറ്റിയില ശർക്കരയുമായി പാചകം ചെയ്ത് കൊടുക്കാറുണ്ട്. ഇത് യൂട്രസ് ശുദ്ധമാക്കാൻ സഹായിക്കുന്നു. മുക്കുറ്റി ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക് നല്ലതാണെന്ന് പറയപ്പെടുന്നു. മുക്കുറ്റി ശരീരത്തിന് പ്രതിരോധശേഷി നൽകാൻ സഹായിക്കുന്ന ഒന്നാണ്. മുക്കുറ്റി ഒരു ഔഷധമാണെങ്കിലും ഏതൊരു രോഗത്തിനും ചികിത്സയായി ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒരു ഡോക്ടറെയോ ആയുർവേദ വിദഗ്ധനെയോ സമീപിക്കേണ്ടത് അത്യാവശ്യമാണ്. അമാൻഡോഫ്ലാവോൺ, ഫ്ലാവനോയിഡ്സ്, ഫീനോളിക് ആസിഡ്സ്, പോളിസാക്കറൈഡ്സ്, ടാനിൻസ്, എസൻഷ്യൽ ഓയിൽസ് എന്നീ തുടങ്ങിയവയാണ് മുക്കുറ്റിയുടെ പ്രമേഹം നിയന്ത്രിക്കാനുള്ള കഴിവ്. ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ഓക്സിഡൻറ്റ്, ആൻറ്റി മൈക്രോബിയൽ, മുറിവുണക്കാനുള്ള കഴിവ് തുടങ്ങിയ ഔഷധ ഗുണങ്ങൾക്ക് പിന്നിൽ. വിത്തുകൾ മണ്ണിൽ വീണ് തൊട്ടടുത്ത മഴക്കാലത്താണ് അവ മുളയ്ക്കുന്നത്. തൊട്ടാവാടിയുടെ അത്ര വേഗത്തിലല്ലെങ്കിലും തൊടുമ്പോൾ ഇലകൾ വാടുന്ന സ്വഭാവം മുക്കുറ്റിക്കുമുണ്ട്. ഓണാഘോഷത്തിൻ്റെ പ്രധാന ആകർഷണങ്ങളിലൊന്നായ പൂക്കളത്തിൽ മുക്കുറ്റിപ്പൂക്കൾ വലിയ സ്ഥാനം വഹിക്കുന്നുണ്ട്. മുക്കുറ്റിപ്പൂക്കളുടെ മഞ്ഞ നിറം സമൃദ്ധിയെയും സന്തോഷത്തെയും സൂചിപ്പിക്കുന്നു. ഓണക്കാലത്ത് മുക്കുറ്റിക്ക് മറ്റ് ആചാരപരമായ ഉപയോഗങ്ങളുമുണ്ട്. കറുത്തവാവ് ദിനത്തിൽ സ്ത്രീകൾ മുക്കുറ്റി ചൂടുന്നത് ദീർഘായുസ്സിനും ആരോഗ്യത്തിനും വേണ്ടിയാണെന്ന് പറയപ്പെടുന്നു.